ഗൈസ് ഇറ്റ്സ് മീ യോസ് ജിജു. എടാ ഇന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് 15ാം തീയതി ഒരു എക്സാമാണ്. സോ പഠിക്കാമെന്ന് പറഞ്ഞ് രാവിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്തിരുന്നപ്പോഴാണ് എൻ്റെ പോരാളി, അതായത് എൻ്റെ അമ്മ പറഞ്ഞു വായു വലിയമ്മേരെ വീട്ടിൽ പോകാമെന്ന്. ശരി, എന്നാൽ പിന്നെ അമ്മയുടെ വിഷമിപ്പിക്കേണ്ട, പേരൻസിൻ്റെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. പോകുന്ന വഴി എന്തെങ്കിലും എനിക്കും തടഞ്ഞാലോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് രാവിലെ റെഡിയായി പോയ വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ഒന്ന് വാങ്ങി തരൂ അമ്മേ. കേട്ട മതി കേൾക്കാത്ത മതി അമ്മ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ അമ്മ ഹെൽത്തി കുട്ടനാവാൻ നോക്കി ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ വലിയമ്മേരെ വീട്ടിൽ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഈ നട്ടപ്പൊരി വെയിലത്ത് നടന്ന് തളർന്നു. പിന്നെ അവിടെ പോയാൽ ഫുഡ് അടിയാണല്ലോ നമ്മൾ മെയിൻ. നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സിന് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, ചെല്ലുക, ഫുഡ് അടിക്കുക, ഉറങ്ങുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണ്. ചെന്നപ്പോൾ അവർ സർപ്രൈസായി, വലിയമ്മയ്ക്ക് സർപ്രൈസ് ഇട്ടാണ് എൻ്റെ അമ്മ പോയത്. ചെന്ന പാടെ ഒരു ബണ്ണ് തന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് 2 സ്നിക്കേഴ്സ് ഇപ്പം കൃത്യം സ്നിക്കേഴ്സ് തന്നു. പിന്നെ ഉച്ചയ്ക്ക് 12:30 കൃത്യമായപ്പോൾ ചോറ് തന്നു. പിന്നെ ചോറും കഴിച്ച് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി. 3 മണിയായപ്പോൾ എണീറ്റപ്പോഴത്തേക്ക് നല്ല ചൂട് ചായ തന്നു, അതും കുടിച്ച്. പിന്നെ അവരൊക്കെ പരദൂഷണം പറയുമ്പോൾ നമ്മൾ പിന്നെ അവിടെ അവർക്ക് കെട്ടുറുമ്പാവാൻ പാടില്ലല്ലോ. സോ ഞാനൊന്ന് പുറത്തിറങ്ങി പുരയിടമൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം അവിടെ പോകുന്നത്. പിന്നെ ഒരു ചെമ്പരത്തി പോയെടുത്തു. ഞാനൊന്ന് സ്റ്റൈലിഷ് ചെയ്യാൻ നോക്കി, ഒന്ന് സ്റ്റൈലിൽ ചെവിയിലൊക്കെ വെച്ചു. ചെവിയിൽ വെച്ചുകൊണ്ട് പ്രാന്തൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ഒരുങ്ങിയല്ല, നമ്മൾ പൂവൊക്കെ വെച്ചങ്ങ് നോക്കി. പിന്നെ അവർ രണ്ടുപേരും പറഞ്ഞിട്ട് കഥകൾ പറഞ്ഞിട്ട് അവർക്ക് തീർന്നില്ല. നടന്ന് വലിയമ്മയ്ക്ക് അവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും പഴയ സുഹൃത്തുക്കൾ കണ്ടതുപോലെയായിരുന്നു എൻ്റെ അമ്മയും വലിയമ്മയും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഓട്ടോയൊക്കെ പിടിച്ച് ജംഗ്ഷനിൽ നിന്ന് നേരെ തിരിച്ച് ബസ് കയറി. പിന്നെ ഓർത്തെ എനിക്ക് എക്സാം വരുന്നു, പക്ഷെ നോട്ടൊന്നും ഇല്ലടാ പഠിക്കാൻ. പിന്നെ ചെന്ന് അക്ഷയ സെൻറ്ററിൽ പോയി ചെന്ന് നോട്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴാണ് നോക്കി എത്രയോളം ക്യാമറാസാണെന്നറിയോ ആ സ്റ്റുഡിയോയിൽ. സമ്മതിക്കണം കേട്ടോ ഇങ്ങനത്തെ കളക്ഷൻസൊക്കെ വയ്ക്കാനായിട്ട്. അങ്ങനെ ആ ഫോട്ടോസൊക്കെ കണ്ടു. പ്രിൻ്റ് എടുത്തോണ്ടിരുന്നപ്പോൾ പ്രിൻ്റർ കേടായി. പിന്നെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വിശപ്പുണ്ട്. അങ്ങനെ പിന്നെ വിശന്നുകൊണ്ട് പിന്നെ വീണ്ടും പോയി പരിപ്പൊടിയും ചായയും മമ്മീൻ്റെ വക വാങ്ങിച്ചു തന്നു. അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ എന്തെങ്കിലുമൊക്കെ തടയല്ലോ. പിന്നെ നേരെ വന്നപ്പോൾ പപ്പ വന്ന് വിളിച്ചു, കാറിൽ കയറ്റിയതേ വീട്ടിലെത്തിയപ്പോഴും എന്നെ നേരെ കുളിച്ച് ഫ്രഷായി. അപ്പോഴാണ് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 സാധനം ഓർഡർ ചെയ്തു. ബട്ട് ക്ലേ ആയിരുന്നു മോനെ ഒന്നിൽ വന്നത്. അയ്യോ, ഞാൻ അന്നേ വിചാരിച്ചേ മീഷോ ഈ പൊട്ട ക്ലേ എനിക്ക് ഇഷ്ടമായില്ല. എന്നിട്ടും അതേ നിർത്തി. അത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. പിന്നെ നോർമൽ ക്ലീം ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ മീൻകുട്ടൻ്റെ അടുത്തൊക്കെ പോയി. മീൻ ഞാൻ ചോറാണ് എന്നിടാറ്. അങ്ങനെ ചോറൊക്കെ ഇട്ട് കുറച്ച് പ്രകൃതി സൗന്ദര്യം സെൽഫായിട്ടുള്ള അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ പെറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുന്നുണ്ട്. അതും കഴിച്ചപ്പോഴത്തേക്ക് സെറ്റായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് സിലബസ് എടുത്തു വെച്ച് ഇതൊക്കെ ഒന്ന് മീൻസ് നമ്മൾ യൂണിറ്റ് ബേസിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. പുറത്ത് നല്ല മഴയുണ്ട്, പഠിക്കണം, എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ.